പ്രിയരെ നമസ്കാരം. കുടജാദ്രി ഒരു മഹാനുഭവമാണ്. അതൊരു ജന്മത്തിൻ്റെ ജീവിതത്തിൻ്റെ മലകയറ്റമാണ്. വെളിച്ചം തേടിപ്പോകുന്ന മാനവയജ്ഞത്തിൻ്റെ പ്രതീകമാണത്. ഭാരതത്തിൻ്റെ അതിമഹത്തായ ശക്തിപീഠങ്ങളിലൊന്നായ കൊല്ലൂർ ശ്രീ മൂകാംബികാദേവിയുടെ ശ്രീമൂലസ്ഥാനത്തേക്ക്, കുടജാദ്രി കുന്നിലേക്ക്, സർവജ്ഞ പീഠത്തിലേക്ക് ആദിശങ്കര പദത്തിലൂടെ നടത്തുന്ന യാത്ര. ക്ഷേത്രനടയിൽ നിന്ന് ജീപ്പിൽ കയറി ആടിയുലഞ്ഞും മലക്കം മറിഞ്ഞും വിയർത്തും ഭയന്നും ഏറെ ദൂരം പിന്നിടുന്ന ഈ യാത്ര അനുഭവിച്ചറിയേണ്ടതാണ്. തുടർന്നുള്ള മലകയറ്റം, അതിൻ്റെ നടത്തം, ക്ഷീണിതമാകുന്ന ശരീരം, ഊർജിതമാകുന്ന മനസ്സും പ്രാണനും. മലകളിൽ കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുമ്പോൾ, ഇളങ്കാറ്റിലവ യാത്രികരെ പുണരുമ്പോൾ, വെയിലറിയാതെ വിയർപ്പറിയാതെ നടത്തിയ ഒരു യാത്രയാണിത്. ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയ്ക്ക് മറക്കരുത് എന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. അറിവിൻ്റെ പീഠം എത്താൻ കുറുക്കുവഴികൾ ഇല്ല എന്നും അതിന് ഓരോ വ്യക്തിയും സ്വയം കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു കുടജാദ്രി യാത്ര. അറിവിൻ്റെ മഹാഗിരിയായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ തപമിരുന്ന പീഠത്തിലേക്കാണ് ഈ യാത്ര. അക്ഷരപുണ്യത്തിൻ്റെ അവസാന വാക്ക്. ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യർ നടന്നെത്തിയത് ഈ തപസ്ഥലിയിലേക്കാണ്. ജ്ഞാനത്തിൻ്റെ പൂർണ്ണദീപം ആചാര്യർ തെളിച്ചത് ഇവിടെയുള്ള കൽവിളക്കിൽ നിന്നാണ്. സർവജ്ഞാനവും സ്വായത്തമാക്കിയ ഈ പീഠത്തിന് താഴെയേ ഉള്ളൂ ഭൂമിയിലെ ചരങ്ങളെല്ലാം. ഇതിനു മുകളിൽ ദൈവതം മാത്രം. അത് മനുഷ്യജന്മത്തിന് ഏറെ പ്രയത്നം കൊണ്ട് മാത്രം എത്തിച്ചേരാൻ ആകുന്ന ബ്രഹ്മം, പരം. കുടജം എന്നാൽ കുടകപ്പാല എന്നാണ് അർത്ഥം. കുടകപ്പാല ഒരു ഔഷധ സസ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിൽ കുടകപ്പാലകൾ പൂത്തുലഞ്ഞാടുന്ന വനവിശുദ്ധിയിൽ കുടജാദ്രി ജ്ഞാനത്തിൻ്റെ ശിലാസാക്ഷിയായി തല ഉയർത്തി നിൽക്കുന്നു. മേഘങ്ങൾ ഇവിടെ കാൽക്കീഴിലാണ്. സദാ മൂടിവരുന്ന നനുത്ത മഞ്ഞിൽ ഇടയ്ക്കിടെ പെയ്യുന്ന നൂൽമഴ ആത്മബോധത്തിൻ്റെ സൂചിക്കുത്തു നൽകി ചാറി മറയുന്നു. ഇടതടവില്ലാതെ ചൂളം കുത്തുന്നു തപോഭൂമിയിലെ ശീതക്കാറ്റ്. കോടി പുണ്യവുമായി ഒഴുകിവരുന്ന നീർച്ചാലുകൾ ഔഷധ സസ്യങ്ങളെ തഴുകി അരികിലെത്തുമ്പോൾ മൂകാംബികയെ തൊഴുതു കഴിഞ്ഞാൽ കുടജാദ്രി യാത്ര ബാക്കിയാകുന്നു. പണ്ട് കാൽനടയാത്ര മാത്രമായിരുന്നു മാർഗം. ഇന്ന് ജീപ്പുകളുണ്ട്.
കുടജാദ്രിയിലേക്ക് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുതിരകൾ. 8 പേരടങ്ങുന്ന ഒരു ജീപ്പിന് ആളൊന്നിന് 470 രൂപ വാടക നൽകണം. മൂകാംബികയിൽ നിന്ന് 2 മണിക്കൂർ വരും ജീപ്പ് യാത്ര. മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രമെത്തുമ്പോൾ അവസാനിക്കുന്നു. ഇവിടെ നിന്നാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത്. ഇത് 2 രീതിയിൽ ആകാം. ഒന്നുകിൽ ജീപ്പ് ഡ്രൈവർ അനുവദിച്ചു തരുന്ന 1.5 മണിക്കൂർ സമയത്തിനകം വേഗത്തിൽ പോയി സർവജ്ഞപീഠം കണ്ട് വിശ്രമമില്ലാതെ തിരിച്ചു പോരാം. അല്ലായെങ്കിൽ മൂലസ്ഥാനത്തുള്ള കർണാടക സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിലോ ക്ഷേത്രപൂജാരികൾ പാരമ്പര്യമായി നടത്തുന്ന വീടുകളിലോ തങ്ങി പിറ്റേന്ന് സമയമെടുത്ത് എല്ലാം കണ്ട് മലയിറങ്ങാം. സൂര്യോദയ കാഴ്ചയിൽ നിന്നാണ് പുതിയ ദിവസം തുടങ്ങുന്നത്. കുടജാദ്രിയിലെ സൂര്യോദയം വാക്കുകൾക്ക് അപ്പുറമാണ്. കയ്യെത്തും ദൂരത്ത് ദേവിയുടെ കുങ്കുമപ്പൊട്ട് പോലെ ഉയർന്നു വരുന്ന പ്രഭാത സൂര്യൻ, മലമടക്കുകളിലെ മൂടൽമഞ്ഞിനെ പതിയെ വകഞ്ഞു മാറ്റുന്ന കനകപ്രഭ, പുലർകാല കാഴ്ചകൾ ആവോളം കണ്ട് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര തുടരാം. സന്യാസപാതയിൽ 1 മണിക്കൂറോളം നീളുന്ന തീർത്ഥയാത്ര. ജ്ഞാനത്തിൻ്റെ പീഠം എന്തെന്നറിയാൻ കഠിനമായ ഈ യാത്ര വേണ്ടിവരുമെന്ന് ഈ മലകയറ്റം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാത്രാമധ്യേ നടപ്പാതയുടെ വലതുവശത്ത് താഴോട്ടിറങ്ങിയാൽ ഗണപതി ഗുഹ. ഇവിടെ നിന്ന് ചിത്രമൂലയിലേക്ക് ഗുഹാമാർഗം പോകാമത്രേ. തിരിച്ചുകയറ്റം വീണ്ടും പാട്. ക്ഷീണിച്ചുള്ള ഓരോ നിൽപ്പിലും ഔഷധക്കൂട്ട് നിറഞ്ഞ കാറ്റായി വന്ന് പ്രകൃതി ഊർജം തരുന്നു. ഇത് കുടജാദ്രിയുടെ മാത്രം പ്രത്യേകത. കഠിനമായ കയറ്റങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. അറിവിൻ്റെ പീഠം എത്താൻ കുറുക്കുവഴികൾ ഇല്ല എന്നും അതിന് സ്വയം കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ട് എന്നും ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പതുപതുത്ത ജീവിത സുഖങ്ങളിൽ നിന്ന് മാറി വനപാതയിലെ കൽച്ചീളുകൾ നിറഞ്ഞ വെട്ടുവഴികളിലൂടെ കിതപ്പോടെ കയറുമ്പോൾ ഓരോരുത്തരും ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില എന്തെന്ന് അറിയുന്നു. വിറയ്ക്കുന്ന ശരീരവും വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞു പോലും പോകാനാവാതെ നിസ്സഹായതയിൽ നിന്ന് കിതയ്ക്കുമ്പോൾ, ഞാൻ എന്ന ഭാവം എല്ലാം കൈവിട്ടു പോകുമ്പോൾ ചവിട്ടിക്കയറാനായി മലമടക്കുകൾ തനകുനിച്ചു തരുന്നു. സഞ്ജീവനിയുടെ സുഗന്ധമുള്ള കാറ്റ് തഴുകി തലോടി പുതിയ ആയുസ് തരുന്നു. അറിഞ്ഞതിനും അപ്പുറമാണ് ആയിത്തീരേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നു. അഹംബോധം തീരെ ഇല്ലാതായി പോകുന്ന യാത്രയിൽ ജ്ഞാനത്തിൻ്റെ അകംപുറം നിറഞ്ഞ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. എട്ടാം വയസ്സിൽ 4 വേദങ്ങളും ഹൃദിസ്ഥമാക്കിയ, 12ാം വയസ്സിൽ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമച്ച, 32 വയസ്സിന് മുമ്പ് തന്നെ 300ഓളം സംസ്കൃത കൃതികൾ രചിച്ച് കാലത്തിനു വേണ്ടി കരുതി വച്ച, കാലത്തിനു മുമ്പേ നടന്ന ആദി ഗുരു ശങ്കരാചാര്യർക്ക് എല്ലാം ചെയ്യാൻ അറിയാമായിരുന്നിരിക്കണം. അല്ലെങ്കിലും ആചാര്യർക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ. ഓരോ കയറ്റത്തിനും അപ്പുറമുള്ള നിരന്ന പ്രദേശത്തെ ഓരോ നിൽപ്പും പ്രകൃതിയോട് ചേർന്നാണ്. കാറ്റിൻ്റെ തലോടലിൽ നിമിഷനേരം കൊണ്ട് കയറി വന്ന ദൈന്യതയെല്ലാം ഇല്ലാതാകും. മലമടക്കുകളിലെ അക്ഷരപുണ്യം തേടിയുള്ള പാതയിൽ ഇതിനപ്പുറം കയറ്റങ്ങളില്ല, കൽപ്പടവുകളേ ഉള്ളൂ. അറിവ് തേടിയുള്ള എല്ലാ അന്വേഷണങ്ങളും വന്നു നിൽക്കുന്നത് കുടജാദ്രിയിലെ ഈ കരിങ്കൽ പീഠത്തിൽ.
കാലം ഏൽപ്പിച്ചുപോയ അവശേഷിപ്പുകളിൽ ശങ്കരപീഠം ജ്ഞാനത്തിൻ്റെ സ്മാരക ശില്പമായി നിലകൊള്ളുന്നു. ആകാശത്തിൻ്റെ തൊട്ടുതാഴെയുള്ള നിശബ്ദതയിൽ, മഞ്ഞ് അരിച്ചിറങ്ങുന്ന കുടജാദ്രിയിലെ നിറവിശുദ്ധിയിൽ, പവിത്രമായ ശങ്കരപീഠത്തിൻ്റെ കൽപ്പടിയിൽ ഒരു നേരം മിഴിപൂട്ടിയിരിക്കുമ്പോൾ പൂർണ്ണമായ ജ്ഞാനത്തിലാണ് ശാന്തിയുടെ പ്രണവാക്ഷരം തുടങ്ങുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. ആചാര്യപാദങ്ങളെ വന്ദിച്ച് മഞ്ഞിറങ്ങി തുടങ്ങിയ മലയിറങ്ങുമ്പോൾ സർവജ്ഞപീഠം തേടിയുള്ള യാത്ര പൂർണ്ണമാകുന്നു. കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞപീഠം ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കരുത്. അതാണ് നിയമം. പക്ഷെ മനസ്സ് പിന്നിലേക്ക് എത്തി നോക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വഴിയും വെളിച്ചവും ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ എങ്ങനെ ഈ വന്യതയുടെ കൊടും തണുപ്പിൽ ഒന്ന് തപസ്സിരുന്നു, എങ്ങനെ ജീവിച്ചു? ഒരു കൂട്ടം ആളുകൾ ചേർന്നാൽ മാത്രം ചെയ്തെടുക്കാവുന്ന ഈ കല്ലമ്പലം കൊത്തുവേലകളോടെ എങ്ങനെ പണിതീർത്തു? ദേവീപ്രീതിക്കായി ആദിശങ്കരൻ തപസ് ചെയ്തത് കുടജാദ്രിയുടെ ഉത്തുംഗത്തിലെ സർവജ്ഞപീഠം എന്ന കൽമണ്ഡപത്തിലാണ്. ശങ്കരപീഠത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ താഴ്വാരത്ത് കൊല്ലൂർ ക്ഷേത്രം കാണാം. ശാന്തസ്വരൂപിണിയായ ഉമാദേവി, രൗദ്രഭാവത്തിലുള്ള ദേവി, കാലഭൈരവൻ എന്നിവരുടെ ക്ഷേത്രങ്ങളും കുടജാദ്രിയിലുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വേണം മല കയറാൻ. കുടജാദ്രിയിലെത്തിയാൽ സർവജ്ഞപീഠത്തിലേക്ക് 2 വഴികളുണ്ട്. ഇടതുവശത്തേത് താരതമ്യേന ദൂരവും കയറ്റവും കുറഞ്ഞ വഴിയാണ്. ഇതുവഴി കയറാതെ മടക്കയാത്ര ഗണപതി ഗുഹയിൽ നിന്ന് അഗസ്ത്യകൂടം വഴിക്ക് ആക്കുന്നതാണ് സൗകര്യം. അഗസ്ത്യ തീർത്ഥത്തിൽ സ്നാനവും ഇവിടെ പ്രധാനമാണ്. സർവജ്ഞപീഠത്തിന് പടിഞ്ഞാറ് മല കുത്തനെ ഇറങ്ങി 1/2 കിലോമീറ്റർ പിന്നിട്ടാൽ ഒട്ടേറെ മഹർഷിമാർ തപസ് ചെയ്ത ചിത്രമൂല ഗുഹയിലെത്താം. അല്പം സാഹസികമാണ് ഇവിടേക്കുള്ള യാത്ര. കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. ഇരുദിശയിലുമായി 3 മണിക്കൂർ യാത്ര വേണം. കുടജാദ്രി കയറി ഇറങ്ങുന്നത് കൂടിയാകുമ്പോൾ ഏകദേശം 5 മണിക്കൂർ സമയം വേണ്ടിവരും. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെ കൊല്ലൂരിൽ നിന്ന് ജീപ്പുകളുണ്ട്. 6 മണി വരെയാണ് മടക്കയാത്ര. അത് കഴിഞ്ഞാൽ കുടജാദ്രി ക്ഷേത്ര പരിസരത്ത് തങ്ങേണ്ടി വരും. ജീവിതത്തിൻ്റെ ഈ മഹാ അനുഭവത്തിലേക്ക്, ഈ പുണ്യവഴിയിലേക്ക് ഏവർക്കും എത്താനാകട്ടെ എന്ന പ്രാർത്ഥനയോടെ